കൊട്ടാരക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ ബാലഗോപാൽ ഇതിനോടകം തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൊട്ടാരക്കരയാണ്. ഐഷ പോറ്റി ആയിരിക്കാം ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായി വരിക. ഇത്രയും നാൾ ഇടത് ക്യാമ്പിൽ നിന്നൊരാളാണ് UDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലെ ഒരു മത്സരം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുരാഷ്ട്രീയം, കേരളത്തിൻ്റെ വികസനം, ഈ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന പ്രവർത്തനം, ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും. അതോടൊപ്പം കേരളത്തിനെ ഇന്നത്തെ സ്ഥിതിയിൽ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമായി എല്ലാ മേഖലകളിലും സർക്കാർ ജീവനക്കാരുടെ, പെൻഷൻകാരുടെ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിൽ, പിന്നെ വിഴിഞ്ഞം മുതലുള്ള എല്ലാ അടിസ്ഥാന കാര്യങ്ങൾ, കിഫ്ബി വഴിയുള്ള വികസനം, എല്ലാ കാര്യങ്ങളും ഏറ്റവും പ്രധാനമായി കേരളത്തിന് ഈ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നത് കേരളത്തിലെ ഗവൺമെൻറ് നയമാണ്. അതിനകത്ത് ധനകാര്യ വകുപ്പ് എന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ധനകാര്യ വകുപ്പിൻ്റെ ചുമതലക്കാരനായ മന്ത്രി എന്ന നിലയിൽ കേരളത്തിന് ആകെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അഭിമാനകരമായി കേരളത്തിലെ ജനങ്ങൾ, കൊട്ടാരക്കരയിലെ ജനങ്ങളും അംഗീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു നല്ലത് അവരുടെ എല്ലാം വിശ്വാസ്യതയും അവരുടെ എല്ലാം പ്രതീക്ഷയും കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ UDFിൻ്റെ അകത്തേക്ക്, കോൺഗ്രസിനകത്തേക്ക് LDFിൻ്റെ ഒരു പ്രവർത്തക ആയിരുന്ന ഒരാൾ പോകുന്നു, MLA ആയി 3 പ്രാവശ്യം MLA ആയിരുന്ന ഒരാൾ പോയത് എന്തിനാണ് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കും. കാരണം ഇതൊക്കെ ഈ അധികാരം എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാലത്തും സാധാരണ ജനങ്ങളുടെ താല്പര്യത്തെ തകർക്കാൻ ശ്രമിച്ച, ക്ഷേമ പെൻഷൻ മാസങ്ങളോളം കൊടുക്കാതിരുന്ന, ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതിരുന്ന, കാർഷിക മേഖലയും മറ്റു മേഖലയൊക്കെ തകർത്ത ഒരു മുന്നണിയാണ് UDF. ആ UDFിൻ്റെ ഒപ്പം ചേരുമ്പം LDFിൽ നിന്ന് പോയി UDFിനൊപ്പം ചേരുമ്പം, കോൺഗ്രസിനൊപ്പം ചേരുമ്പം അവരുടെ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് ജനങ്ങൾ നോക്കും. അതുകൊണ്ട് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒരു ഭാഗമായിട്ട് പോകുന്ന ഒരാളെ എന്ത് മറുപടി പറയും എന്നുള്ള പ്രശ്നം ജനങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. അതായത് കൊട്ടാരക്കരയിൽ കെ ബാലഗോപാൽ വരുന്നതിന് മുമ്പ് ഐഷ പോറ്റി 3 തവണ MLA ആയിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ്. ആ ആൾക്ക് ഈ മണ്ഡലത്തിൽ ചെറുതല്ലാത്തൊരു സ്വാധീനം എന്തായാലും സ്വാഭാവികമായിട്ടുണ്ടാവില്ല. ആ ഒരു ആശങ്ക ഉണ്ടോ? കാരണം ചില ബെൽറ്റുകളിലെങ്കിലും ഐഷ പോറ്റിക്ക് ഒരു സ്വാധീനം വ്യക്തിപരമായി ഉണ്ടാകില്ല. ഈ മണ്ഡലത്തിൽ അത്രയും കാലം നിന്നതാണ്. ഈ രാഷ്ട്രീയമാണല്ലോ കൊട്ടാരക്കര മണ്ഡലത്തിലായാലും ഏത് മണ്ഡലത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾ നോക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്രയോ ധീരന്മാരായിട്ടുള്ള പ്രവർത്തകരെ, ലക്ഷക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്തിട്ടില്ലേ ഓരോ മുന്നണി ശക്തിയായി വരുന്നത്. ഇവിടെ തന്നെ 10,000-കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഞാനായാലും മറ്റൊരാളായാലും അവരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവരെത്രയോ അധ്വാനം നടത്തിയിട്ടാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയം വെച്ചല്ലേ അവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വരെ ഇതിനകത്ത് നിന്നു, കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസിനകത്ത് പോകാം, അത് കഴിഞ്ഞ് BJPക്കകത്ത് പോകാം എന്നാരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ജനങ്ങളുടെ മനസ്സിലൊരു അംഗീകാരം കിട്ടുമോ? ഇല്ല. അപ്പോൾ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് വ്യക്തിപരമായ ഒരാളുടെ പ്രശ്നങ്ങളെ പറഞ്ഞില്ല. നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും ഈ നാടിൻ്റെ പുരോഗതിയാണ്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, അല്ലാതെ സ്വന്തം എന്തെങ്കിലും ഒരു അജണ്ട എന്ന നിലയിലേക്കല്ല രാഷ്ട്രീയ പ്രവർത്തനം നടക്കേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഏൽപ്പിച്ചൊരു വിശ്വാസമുണ്ട്. അവരോട് ആ വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ അവരെന്നെ എങ്ങനെയാണ് കാണുക എന്നുള്ളത് ഞാനും മനസ്സിലാക്കണം. അപ്പോൾ ജനങ്ങൾക്ക് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു മുന്നണി എന്ന നിലയിൽ വ്യക്തിയല്ല, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് പ്രശ്നം. ആ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണിത്. ഈ മണ്ഡലം പിന്നെ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടുകൾ നോക്കിക്കോളൂ, 12,000-ലധികം ഭൂരിപക്ഷമുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ 19 മണ്ഡലത്തിലാണ് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളത്. പൊതുവിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വളരെ അനുകൂലമായിരുന്നില്ലല്ലോ. ആ 19 മണ്ഡലത്തിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് കൊട്ടാരക്കര. അപ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമുള്ളൊരു മണ്ഡലമാണ്. ജനങ്ങൾ നല്ല രാഷ്ട്രീയം അറിഞ്ഞ് ചെയ്യും. രാഷ്ട്രീയം വിട്ടിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ല ജനം വിശ്വസിക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ നിലപാടാണ്. ഈ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞിട്ട് ഇതിനെ ഇത്രയും കാലം നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂടെ പോയി ചേരുക എന്ന് പറഞ്ഞാൽ ജനം ഉൾക്കൊള്ളുന്നൊരു കാര്യമാണ്. ഐഷ പോറ്റിയെ തള്ളും ജനം. ഞാൻ പറയുന്നത് ജനങ്ങളെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കും, ഇടതുപക്ഷത്തിനൊപ്പം ശക്തമായി നിൽക്കും എന്നാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ആ നേട്ടങ്ങളൊക്കെ ഇവിടെ വോട്ടായി മാറുമെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ എല്ലാം ഒരു നായകനായി നിന്ന ഒരാൾ കൂടിയാണ്, പ്രത്യേകിച്ച് കിഫ്ബി വഴിയൊക്കെ തന്നെ. കേരളത്തിലെ ഈ വലിയ നേട്ടങ്ങളുണ്ടായ ഒരു സാഹചര്യമാണിത്. കിഫ്ബി വഴി ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചതാണ്. കേന്ദ്രത്തിൻ്റെ പണം കിട്ടാതിരിക്കുമ്പോഴും അതിനെല്ലാം മറികടന്നുകൊണ്ട് മുഴുവൻ ജനങ്ങളെ ഒരുമിച്ച് പിടിച്ച് എല്ലാ മേഖലയിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിനകത്ത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ ഒരു എളിയ പങ്കുണ്ട്. എല്ലാ വീടുകളിലും ഇന്ന് ഉള്ള സന്തോഷത്തിന് കൊട്ടാരക്കരയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളെന്ന നിലയിൽ കേരളത്തിനാകെ ഈ കാര്യം ചെയ്യാൻ പറ്റി. കൊട്ടാരക്കരയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനും പറ്റി, ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും പറ്റി. അതുകൊണ്ട്
എല്ലാവർക്കും കൊട്ടാരക്കരയിലെ ഞങ്ങളുടെ MLA ആണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന അഭിമാനത്തോടെ അവർക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്തുണ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. തെരഞ്ഞെടുപ്പിന് 25 ദിവസമേ ഉള്ളൂ, സമയം കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിന് ഇത്രയും ചുരുങ്ങിയ സമയം എന്ന് പറയുമ്പോൾ സമയക്കുറവാണ്. പിന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ എന്നായാലും ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നതാണ്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു കോളേജിൽ ചേർന്ന കാലം മുതലേ ഒരു പൊതുപ്രവർത്തകനാണ്. അന്ന് മുതൽ പിന്നീട് SFIയുടെ ഒരു ഭാരവാഹി ആയിരിക്കുമ്പോൾ കൊട്ടാരക്കര വന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ പ്രവർത്തനമുണ്ട്. MLA എന്ന നിലയിൽ എപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. സീസണലായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരല്ല ഞങ്ങളൊന്നും. അതുകൊണ്ട് സാങ്കേതികമായ സമയക്കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിക്കാം. എന്നും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണല്ലോ ഞങ്ങൾ. എന്തായാലും ഐഷ പോറ്റി വന്നാലും ആര് വന്നാലും ജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷമാണ്. ഇത്രയും കാലം ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് KN ബാലഗോപാൽ എന്തായാലും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ, കൊല്ലം.